അല്ല, നീ എന്ത് ഈ കാറിൽ? എനിക്ക് ചേട്ടനോടൊന്ന് സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? വണ്ടി വിടാൻ പറ, അത് കഴിഞ്ഞ് സംസാരിക്കാം. ഡ്രൈവർ വണ്ടി എടുക്കും. എന്ത് സൂരജ്, പറയേ. ഇന്നലെ ബർത്ത്ഡേ പാർട്ടിക്കിടയിൽ ഏതെങ്കിലും ഒരു പെണ്ണിന് വേണ്ടി എന്തിനാ വഴക്കുണ്ടാക്കിയെന്ന് ചോദിച്ചില്ലേ? അത് ഏതെങ്കിലും ഒരു പെണ്ണല്ല, അവളാണ് എൻ്റെ പ്രിയ. ചേട്ടനും പറഞ്ഞാൽ അറിയും അവളെ. കോളേജ് ഫംഗ്ഷനിൽ ചേട്ടൻ ജഡ്ജായി വന്നപ്പോൾ പ്രൈസ് വാങ്ങിച്ച ആ കുട്ടിയില്ലേ, അവളാണ് ചേട്ടാ. ആണോ? അവളെ എനിക്ക് സ്വന്തമാക്കണമെങ്കിൽ ചേട്ടൻ മനസ്സ് വയ്ക്കണം. അവളെ ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു ചേട്ടനോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം ഞാൻ ഈ കാസറ്റിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ചേട്ടൻ ഒന്ന് കേൾക്കണം പ്ലീസ്. ഓക്കെ. ചേട്ടനെ ഞാൻ വിശ്വസിക്കുക. ചേട്ടൻ വേണം ഞങ്ങളുടെ കല്യാണം നടത്തിത്തരാൻ. ഓക്കെ, താങ്ക്സ്. ഡ്രൈവർ, വണ്ടി ഒന്ന് നിർത്തുമോ? ഡ്രൈവർ. ഓക്കെ, ബൈ. കളക്ടർ സാർ, നിങ്ങളിവിടെ? ഹലോ. എന്താ സാർ ഇവിടെ? തന്നെ കാണാൻ വന്നതാ. എന്നെയോ? എന്തിന്? തന്നോട് ഒരു കാര്യം പറയണം. എനിക്കൊരു അനുജനുണ്ട്. അവൻ്റെ പേര് സൂരജ്. ഇന്റർ കോളേജ് ഫംഗ്ഷനിൽ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ കാര്യം സംസാരിക്കാനാണ്. എങ്ങനെ സംസാരിക്കണമെന്ന് പറഞ്ഞോളൂ സാർ, എന്താണെങ്കിലും പറഞ്ഞോളൂ. എൻ്റെ അനുജൻ സൂരജിന് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. അവനൊരു ഷൈ ടൈപ്പാ. അതുകൊണ്ടാണ് അവൻ്റെ മനസ്സിലുള്ളത് തന്നോട് തുറന്നു പറയാത്തത്. സൂരജ് ഈ കാസറ്റ് എൻ്റെ കൈ തന്നിട്ട് തനിക്ക് തരാൻ പറഞ്ഞു. ഞാൻ അവനൊരു കൂട്ടുകാരനെ പോലെയാ. താൻ മറ്റൊന്നും ചിന്തിക്കണ്ട. ഇതിലുള്ളതൊന്ന് കേട്ടിട്ട് എനിക്ക് വൈകിട്ട് 5 മണിക്ക് ഫോൺ ചെയ്യ്. ഓക്കെ? ആ ചേട്ടാ, എന്നോടന്ന് 5 മണിക്ക് വരാൻ പറഞ്ഞത്. നീ ഇരിക്കേ, പറയാം. എനിക്കോ? നിനക്കാ? സാർ, ഞാൻ പ്രിയയാ. സാർ എന്നെ കണ്ടിട്ട് പോയതിനു ശേഷം ഭയങ്കര ടെൻഷൻ. എനിക്ക് തല ചുറ്റുന്ന പോലെ. എന്തു പറയണമെന്നറിയില്ല. പറഞ്ഞാ വിശ്വസിക്കില്ല. ആദ്യം കണ്ടപ്പോ തന്നെ സൂരജിന് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നീടൊന്ന് കാണുകയാണെങ്കിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനുള്ള അവസരം കിട്ടിയില്ല. എന്റെ മനസ്സിലുള്ളത് സാർ തന്നെ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായി. പക്ഷേ ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ സൂരജിന്റെ മനസ്സിൽ ഞാനും ഉണ്ടെന്നറിഞ്ഞപ്പോ, അതുമാത്രമല്ല സാറും പറഞ്ഞപ്പോ ഇപ്പൊ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു മരുമകളായിട്ട് വരണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം തോന്നാ. അന്ന് ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് ആ റൗഡികൾ എന്നെ ശല്യം ചെയ്തപ്പോ സൂരജ് അവരെ അടിച്ചു വീഴ്ത്തിയപ്പോഴാ എനിക്ക് മനസ്സിലായത് സൂരജിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അയ്യോ, അതോർക്കുമ്പോ എനിക്ക് എപ്പോഴും ടെൻഷൻ ആവുക. എന്റെ മനസ്സിലുള്ളത് ഞാൻ സാറിനോട് തുറന്നു പറഞ്ഞു. പക്ഷേ സൂരജിനോട് ഞാനത് എങ്ങനെ പറയുമെന്ന് ഓർക്കുമ്പോഴാ എനിക്കറിയില്ല. ഐ ലവ് യു പ്രിയ. കളക്ടർ സർ, എന്തായി പറയുന്നേ? സർ, സൂരജിനോട് പറയേണ്ട കാര്യോ പറഞ്ഞേ. നിങ്ങൾ എന്താ? ഞാൻ സൂരജാണ് പ്രിയേ. സൂരജ്?
പ്രശസ്തനായ ഒരു കവിയുടെ ഒരു കവിത ഞാൻ വായിച്ചു. ഏത് കവിത? ആം, അണുവണുവായി പ്രകൃതിയിൽ ലയിച്ചതിന് ശേഷം പ്രണയം. നല്ലൊരു ഉദാഹരണമല്ലേ? എങ്ങനെയുണ്ട് സൂരജ്? പ്രിയ, ഈ കവിതയിൽ ചെറിയ ചേഞ്ച് വരുത്തി ചൊല്ലട്ടെ. ചൊല്ലിക്കോ. ഒരണുവായി ജീവിക്കാൻ തീരുമാനമെടുത്തതിന് ശേഷം സ്നേഹം തീരാത്ത വിധി. എങ്ങനെയുണ്ട്? ഹേയ്, ഫാന്റാസ്റ്റിക്. ഈ വാക്കുകൾ കവിതയ്ക്ക് ചേരും, പക്ഷെ സ്നേഹത്തിന് എൻ്റെ ആഗ്രഹം നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കണം. ലോകത്തിൻ്റെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്കിൽ 100 വട്ടം ഭാര്യ ഭർത്താക്കന്മാരായി ഒരുമിച്ച് ജീവിക്കണം. ഇതാ എൻ്റെ ആഗ്രഹം. ഐ എം വെരി ലക്കി ഗേൾ.